ഉന്നത വിദ്യാഭ്യാസ രംഗം ഗവർണറും സർക്കാരും തമ്മിൽ നടക്കുന്ന ഈ നിസാരമായ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തർക്കങ്ങൾ കാരണം കുളമായി മാറിയിരിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ രംഗം. പല സ്ഥലത്തും താൽക്കാലിക വൈസ് ചാൻസലർമാരാണ്. 13 യൂണിവേഴ്സിറ്റികളിൽ 12 സ്ഥലത്ത്. പല ഗവൺമെൻറ് കോളേജുകളിലും പ്രിൻസിപ്പൽമാരില്ല. കേരളത്തിൽ നമ്മളെല്ലാം പഠിക്കുമ്പോൾ 90-95% മാർക്കുണ്ടെങ്കിൽ മാത്രം കിട്ടുന്ന അഡ്മിഷനുള്ള പല ഡിഗ്രി കോഴ്സുകളിലും കുട്ടികളില്ല. പല PG കോഴ്സുകളും നിർത്തലാക്കുകയാണ്. ലക്ഷക്കണക്കിന് കുട്ടികൾ ഇവിടുന്ന് ബ്രെയിനായി ഈ മറ്റ് രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. യൂണിവേഴ്സിറ്റി ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ കുറേ ദിവസമായി നടക്കുന്നത് എന്താണ്? ഇവിടെ ചോദിക്കാനും പറയാനും ആളില്ലേ? ഇതൊന്ന് തീർക്കാൻ ആരും മുൻകൈ എടുക്കുന്നില്ലേ? ഏതൊരു ഹോള് വാടകയ്ക്ക് കൊടുത്ത് ഹോളിൻ്റെ ബാക്ക്ഡ്രോപ്പ് വച്ചതിൻ്റെ പേരിലാണ് ഈ ബഹളം മുഴുവൻ നടക്കുന്നത്. 2500 കുട്ടികളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് സൈൻ ചെയ്തിട്ടില്ല. പുതിയ കോഴ്സുകൾക്ക് അംഗീകാരം കൊടുത്തിട്ടില്ല. എല്ലാ തർക്കമാണ്. എത്ര രജിസ്ട്രാറാണ് ഇതിൻ്റെ പരിണതഫലം എന്താണ്? ഗവൺമെൻറ് ഇതിൽ ശ്രദ്ധിക്കണ്ടേ? കൂടുതൽ ആരാണ് ഇതിൻ്റെ വിക്റ്റിമായി മാറുന്നത്? കുട്ടികളല്ലേ ഇതിൻ്റെ വിക്റ്റിമായിട്ട് മാറുന്നത്. രാജ്ഭവനെതിരെയും ഗവർണർക്കെതിരായും സമരം ചെയ്തോട്ടെ, അതിനെന്താ? അതിന് യൂണിവേഴ്സിറ്റി പോയി സമരം ചെയ്യണം എന്തിനാ? യൂണിവേഴ്സിറ്റി ജീവനക്കാരെ ഉപദ്രവിക്കുന്നത് എന്തിനാ? അപ്പോൾ ഇവർ മനഃപൂർവ്വം. ഇപ്പം മാത്രമല്ല, കേരളത്തിൽ അനങ്ങിക്കഴിഞ്ഞാലുള്ള മുദ്രാവാക്യം കൈയും വെട്ടും കാലും വെട്ടും, വേണ്ടി വന്ന തലയും വെട്ടുമെന്നാണ്. അതാണ് സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിക്ക് കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ളത്. അതാണ്. അത് പോലീസുകാരെ വെല്ലുവിളിക്കുന്നു, മാധ്യമപ്രവർത്തകരെ വെല്ലുവിളിക്കുന്നു, സ്വന്തം പാർട്ടിക്കാരെ വെല്ലുവിളിക്കുന്നു, പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരെ വെല്ലുവിളിക്കുന്നു. ഇപ്പം മന്ത്രിമാർ വരെ അങ്ങനെയാണ്. പ്രതിപക്ഷത്തെ നേതാക്കന്മാർ തെരുവിലിറങ്ങിയാൽ കാണിച്ചു തരാം ഭീഷണിയാണ്. മന്ത്രിമാരില്ല. ഇവരാരും മന്ത്രിമാർക്കെതിരെ സമരം ചെയ്തിട്ടില്ല, മന്ത്രിമാരെ തടഞ്ഞിട്ടില്ല. ഇതാണ് രീതി. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗം, ആരോഗ്യരംഗം വെന്റിലേറ്ററിലാക്കി. ഉന്നത വിദ്യാഭ്യാസ രംഗം അപകടകരമായ നിലയിലേക്ക് കൂപ്പൂത്തിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാർ ഒന്നും ചെയ്യുന്നില്ല, നോക്കുകുത്തിയാ നിൽക്കുകയാണ്. അതെങ്ങനെ? അദ്ദേഹത്തിൻ്റെ ശബ്ദം എൻ്റെ ശബ്ദവും വേറെയാണല്ലോ. അത് ഈ കൈരളിയുടെയും ദേശാഭിമാനിയുടെയും ഒരു നറേറ്റീവാണ്. മനസ്സിലായല്ലോ. വിമർശനം ഉന്നയിക്കുന്നവർ നരേന്ദ്രമോദി പറയുന്നത് ദേശവിരുദ്ധരാണെന്നാണ്. ഇവിടെ സംഖ്യയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഏറ്റവും നല്ല RSS ഏജന്റ് എന്ന് വെച്ചാൽ പിണറായി വിജയനാണ്. കാരണം മസ്കറ്റ് റോഡിൽ ആരും അറിയാതെ തൻ്റെ കാറ് മാറ്റിയിട്ട് വേറെ കാറിൽ പോയി RSS നേതാക്കളുമായി ചർച്ച ചെയ്തത് VD സതീശനല്ല, പിണറായി വിജയനാണ്. 1977 RSS പിന്തുണയോടുകൂടി നിയമസഭയിലേക്ക് ജയിച്ചു വന്നത് VD സതീശനല്ല, പിണറായി വിജയനാണ്. മനസ്സിലായല്ലോ. ഇവിടെ ഹൈവേ തകർന്നു വീണപ്പോൾ നാഗ്പൂരിലെ RSS ആസ്ഥാനത്തിൻ്റെ പ്രതിനിധിയായ മന്ത്രി നിതിൻ ഗഡ്കരിക്ക് സമ്മാനപ്പെട്ടിയും പൊന്നാടയുമായിട്ട് പോയത് പിണറായി വിജയനാണ്, VD സതീശനല്ല. മനസ്സിലായില്ലേ? RSS ED-യെയും CBI-യും ഭയന്ന് പേടിച്ച് വിറച്ച് നിൽക്കുന്ന ആള് VD സതീശനല്ല, പിണറായി വിജയനാണ്. നിർമ്മലാ സീതാരാമനുമായി പുട്ടും കടലയും കഴിക്കാൻ പോയപ്പോൾ ഗവർണറെ കൂടെ കൂട്ടിയത് ഞാനല്ല, പിണറായി വിജയനാണ്. അത് എഴുതിയാൽ മതി. നാളെ കൈരളിയിൽ അത് റിപ്പോർട്ട് ചെയ്താൽ മതി. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, NCP വലിയ പ്രതിസന്ധിയാണ്. പ്രഫുൽ പട്ടേൽ കത്ത് കൊടുത്തിട്ടുണ്ട് തോമസ് കെ തോമസിനോടും മന്ത്രിയോടും ഒക്കെ രാജിവെക്കണമെന്നാണ്. അല്ല, ഈ ഇടതു മുന്നണിയിലുള്ള പ്രതിസന്ധി ആരും വാർത്തയാക്കാഞ്ഞിട്ടാണ്. ഒന്ന്, നരേന്ദ്രമോദിയുടെ കൂടെയുള്ള ഒരു പാർട്ടി, NDAയുടെ ഘടകകക്ഷിയായ ഒരു പാർട്ടി ഇവിടെ പിണറായി വിജയൻ്റെ LDF-ലെ ഘടകകക്ഷിയാണ്. മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ പാർട്ടി ആണ്. അവരിപ്പോഴും ആ പാർട്ടിയിലാണ്. അവരുടെ ഔദ്യോഗികമായ അംഗീകാരം മുഴുവൻ NDAയിലുള്ള ദേവഗൗഡ നേതാവായ പാർട്ടിയിലാണ്. ഇവിടുത്തെ മന്ത്രി കൃഷ്ണൻകുട്ടി, മാത്യു ടി തോമസ് അടക്കമുള്ള പാർട്ടി. ഒരു കുഴപ്പമില്ല. ഇവിടെ രണ്ടുപേരും തമ്മിൽ സൗഹൃദത്തിലാണ്. മുകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ട് ഇവരൊന്നും ചെയ്യേണ്ടതാണ്. അതൊരു വാർത്തയല്ല. ഒരു മുതിർന്ന നേതാവ് ഒരു പാർട്ടി യോഗത്തിൽ കുറേ കൂടി മെച്ചപ്പെട്ട സംഘടനാ പ്രവർത്തനം നടത്തണമെന്ന് പറയുന്നത് എങ്ങനെ വാർത്തയാണ്?
നിങ്ങൾ വാർത്തയാക്കാണ്. കോൺഗ്രസിനെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്നുമില്ലല്ലോ, ഒന്നും കിട്ടുന്നില്ലല്ലോ. ഒന്നും കിട്ടാത്തത് കൊണ്ട് നിങ്ങൾ ഇതൊക്കെ വലിയ വാർത്തയാക്കിയാണ്. നിങ്ങൾ സ്വന്തം പാർട്ടിയിൽപ്പെട്ട PK ശശി CPM ആണല്ലോ, KTDCയുടെ ചെയർമാനാണല്ലോ, CPM എന്ന് പുറത്താക്കിയിട്ട് CPM നേതാവല്ലേ, അയാളല്ല 2 കാലും വെട്ടിയെടുക്കുമെന്ന് SFI നേതാവ് പറഞ്ഞിട്ട് അതല്ലേ വാർത്ത. അല്ലാതെ നിങ്ങളുടെ സംഘടനാ പ്രവർത്തനം കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യണം എന്നൊരു മുതിർന്ന നേതാവ് പറയുന്നതാണോ വാർത്ത? സ്വന്തം പാർട്ടി നേതാവിൻ്റെ 2 കാലും വെട്ടിയെടുക്കും, കാലില്ലാതെ നടക്കുമെന്ന് പറയുന്നതാണോ വാർത്ത? ഞാൻ മാധ്യമങ്ങളോട് ചോദിക്കുക, എല്ലാവരോടും അല്ല, ചില മാധ്യമങ്ങളോട് ചോദിക്കുക, അതാണോ വാർത്ത? അല്ലല്ല, അതാണോ വാർത്ത? 2 കാലും വെട്ടിയെടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ആളാണ്, അദ്ദേഹത്തിന്റെ കീഴിലാണ് പോലീസ്. ആ പോലീസിനെതിരായി തെരുവിൽ DYFI SFIക്കാർ വിളിച്ച മുദ്രാവാക്യം പോലീസിന്റെ കൈയും വെട്ടും കാലും വെട്ടും, വേണ്ടി വന്ന തലയും വെട്ടും എന്നാണ്. അത് വാർത്തയല്ല, അതൊക്കെ